പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമ്മുടെ ബുദ്ധിയും കഴിവും കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ പരാജയപ്പെടുന്നത്. ദൈവത്തെ മാറ്റി നിർത്തി ബുദ്ധിയിൽ മാത്രം മനുഷ്യൻ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ പതിയെ പതിയെ തുറക്കുമെന്ന് നമ്മൾ കരുതുന്ന പല വഴികളും അടഞ്ഞു കിടക്കുന്നതായി തോന്നും. ഇന്ന് ദിവ്യകാരുണ്യ ഈശോ നമ്മളെ വിളിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയിൽ ആശ്രയിക്കുവാനാണ്. നമ്മളെ വ്യക്തിപരമായി അറിയുന്ന, നമ്മുടെ ഓരോ ചലനങ്ങളും വാക്കുകളും പരിശോധിച്ചറിയുന്ന സ്നേഹനിധിയായ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ബുദ്ധിപരമായി നീങ്ങണമെന്ന് പലരും പറയാറുണ്ട്. എല്ലാ ബുദ്ധിപരമായ നീക്കങ്ങളും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കണമെന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് വിജയത്തെ തേടിപ്പിടിക്കുവാൻ സാധിക്കുക. ഇന്ന് ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ മുമ്പിൽ പല വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന എല്ലാ വഴികളെയും നമുക്ക് കൊടുക്കാം. നമ്മുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സമായി അടഞ്ഞുകിടക്കുന്ന വഴികൾ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവിടുന്ന് നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: നീ ബുദ്ധിയിൽ ആശ്രയിക്കാതെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ബുദ്ധി കൊണ്ട് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കാത്ത പല കാര്യങ്ങൾക്കും അർത്ഥവും ഉത്തരവും നൽകുവാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കർത്താവിലുള്ള വിശ്വാസം ആഴപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.